നമസ്കാരം, ഇത് IBN മലയാളം. ആയിരത്തിലേറെ വർഷങ്ങളായി ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം വൈരവ്യവും കലാപങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിലും 1920 മുതൽ 1940 വരെയുള്ള ഹിന്ദു മുസ്ലിം ബന്ധത്തിന്റെ ചിത്രം വരച്ചിടാനാണ് അംബേദ്കർ ശ്രമിച്ചത്. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന 20 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന്റെ ചിത്രമാണ് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ഒരുപക്ഷെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരായും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായും അവ നടത്തി വന്നു. ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരായി നടത്തിയതിലധികം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായി നടത്തിയവയാണ്. കൊള്ളിവെപ്പുകൾ നടത്തുകയും മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ വീടുകൾക്ക് തീവയ്ക്കുകയും അതിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളുടെ കുടുംബങ്ങൾ ഒന്നാകെ ജീവനോടെ ചുട്ടരിക്കപ്പെടുകയും മുസ്ലിങ്ങൾ കാഴ്ചക്കാരായി അത് നോക്കി നിന്ന് സംതൃപ്തി അടയുകയും ചെയ്തു. നിർവികാരമായും മനഃപൂർവ്വമായും നടത്തിവന്ന ഈ കൊടും ക്രൂരതകൾ അപലപിക്കേണ്ട അതിക്രമങ്ങളായി കരുതപ്പെടേണ്ടതിനു പകരം നീതിയുക്തമായ യുദ്ധ നടപടികളാണ് അവയെന്നും അവയുടെ പേരിൽ ക്ഷമാപണം ചെയ്യേണ്ടതില്ലെന്നുമാണ് കരുതപ്പെട്ടത്. അതാണ് അത്ഭുതകരം. ഒരു മതം എന്ന നിലയിൽ ഇസ്ലാമിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം വെച്ചു പുലർത്തിയ വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ എന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകളൊന്നും അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ലഭ്യമല്ല. മാത്രമല്ല, ഇസ്ലാമിനെ അതിന്റെ ആഴത്തിൽ ചെന്ന് പഠിക്കാനും അതിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകളും നിലപാടുകളും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുള്ള ഒരാളുമാണ് അദ്ദേഹം. ഇസ്ലാമിക അധിനിവേശത്തിന് ശേഷമുള്ള ഭാരതത്തിന്റെ ചരിത്രത്തിൽ നിന്ന് 20 വർഷങ്ങൾ അടർത്തിയെടുത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന ആഭ്യന്തര യുദ്ധം എന്ന ആ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് രചനകൾ നിർവഹിക്കാനുള്ള പ്രേരണ അദ്ദേഹത്തിനുണ്ടായത് മുസ്ലിം ലീഗ് ഭാരതത്തെ രണ്ടായി വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ്. ആ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും ക്രൂരമായ അതിക്രമങ്ങളിൽ ഒന്ന് എന്ന നിലയിലാണ് ഡോക്ടർ അംബേദ്കർ മാപ്പിള ലഹളയെ അടയാളപ്പെടുത്തുന്നത്. മുസ്ലിങ്ങളുടെ നേർക്കുള്ള ഹിന്ദു മനോഭാവത്തിലും ഹിന്ദുക്കളുടെ നേർക്കുള്ള മുസ്ലിം മനോഭാവത്തിലും ഒരു കടന്നാക്രമണ പ്രവണത അന്തർലീനമായിരിക്കുന്നു എന്ന വസ്തുത ഉപരിപ്ലവ നിരീക്ഷണം നടത്തുന്ന ആളുകൾക്ക് പോലും ശ്രദ്ധിക്കാതിരിക്കാൻ സാധ്യമല്ല. ഹിന്ദുക്കൾ വളർത്തിയെടുക്കാൻ ആരംഭിക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒരു പുതിയ മനോഭാവമാണ് ഈ കടന്നാക്രമണ പ്രവണത. മുസ്ലിമിന്റെ കടന്നാക്രമണ പ്രവർത്തനയാകട്ടെ അയാൾക്ക് ജന്മസിദ്ധമായിട്ടുള്ളതും ഹിന്ദുക്കളുടേതിനെ അപേക്ഷിച്ച് പഴക്കം ചെന്നതുമാണ്. സമയം ലഭിച്ചാൽ ഹിന്ദു മുസ്ലിമിനൊപ്പം എത്തുകയും അയാളെ പിന്തള്ളി മുന്നേറുകയും ചെയ്യുന്നതില്ല എന്നതിനർത്ഥം. എങ്കിലും ഇന്ന് നിലവിലുള്ള അവസ്ഥയിൽ കടന്നാക്രമണ പ്രവണത പ്രകടിപ്പിക്കുന്നതിൽ മുസ്ലിം ഹിന്ദുവിനെ വളരെ പിന്നിലാക്കിയിരിക്കുന്നു. സാമുദായിക കടന്നാക്രമണങ്ങളുടെ ചരിത്രം പരിശോധിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ ചെന്നെത്തുന്ന നിഗമനമാണിത്. ഗുജറാത്തിൽ വർഗീയ കലാപങ്ങൾ നടന്നപ്പോൾ ഗർഭിണിയെ വെട്ടിക്കീറിയെന്ന് വ്യാജ വാർത്ത പരത്തിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചത് മലബാറിൽ മാപ്പിള ലഹള കാലത്താണ്. ഇതിനെക്കുറിച്ചാണ് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരൊന്നും മിണ്ടുന്നില്ലെങ്കിലും ആനി ബെസന്റ് അക്കാലത്ത് തന്നെ ഇതിനെക്കുറിച്ച് എഴുതി. സി ശങ്കരൻ നായർ രചിക്കുകയും 1922 തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഗാന്ധി ആൻഡ് അനാർക്കലി എന്ന പുസ്തകത്തിൽ മൂന്നാമത്തെ അനുബന്ധമായി ആനി ബെസന്റിന്റെ ലേഖനം പൂർണ്ണ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ആനി ബെസന്റ് എഴുതുന്നത് ഇങ്ങനെയാണ്: ഗർഭിണികളായ സ്ത്രീകളെയും കൈക്കുഞ്ഞുങ്ങളെയും വെട്ടിക്കൊല്ലുക എന്നതിൽ കവിഞ്ഞ് മനുഷ്യത്വരഹിതവും ഭീകരവുമായ കുറ്റകൃത്യത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ? 7 മാസം ഗർഭിണിയായിരുന്ന ഒരു സ്ത്രീയെ ഒരു മാപ്പിള ലഹളക്കാരൻ നിറവയറിൽ വെട്ടിക്കീറി. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയ കുഞ്ഞിനോടൊപ്പം അമ്മയും മരിച്ച് പെരുവയിൽ കിടക്കുന്നതിന് കാരണമായിരുന്നു. എത്ര ഭീകരം! 6 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞിനെ അമ്മയുടെ മാറിടത്തിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് 2 കഷ്ണങ്ങളാക്കി വെട്ടിക്കൊന്നു. എത്ര ഹൃദയഭേദകം! ഈ ലഹളക്കാർ മനുഷ്യരോ രാക്ഷസന്മാരോ? 1921 നവംബർ ഡിസംബർ മാസങ്ങളിൽ ന്യൂ ഇന്ത്യ പ്രസിദ്ധീകരിച്ച ആനി ബെസന്റിന്റെ ശോഭജനമായ വാക്കുകൾ മാപ്പിള ലഹളയെ സംബന്ധിച്ച സുപ്രധാന രേഖകളാണ്. മലയാളികളിൽ നിന്ന് മറച്ചുവെക്കപ്പെട്ടവയും അവ തന്നെയാണ്. വധിക്കപ്പെടുകയോ മുറിവേൽക്കപ്പെടുകയോ മതപരിവർത്തനത്തിന് വിധേയരാകപ്പെടുകയോ ചെയ്ത ഹിന്ദുക്കളുടെ സംഖ്യ അജ്ഞാതമാണ്. എങ്കിലും അവരുടെ എണ്ണം വളരെ വലുതായിരിക്കുന്നു എന്നാണ് ഡോക്ടർ അംബേദ്കർ നിരീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന 20 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് ഡോക്ടർ അംബേദ്കർ മാപ്പിള ലഹളയെ ഹിന്ദുവിരുദ്ധതയുടെ തീവ്രത എടുത്തു കാട്ടുന്നത്. ഖിലാഫത്തിൽ അധിഷ്ഠിതമായ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനുള്ള പരിശ്രമത്തിനിടയിലാണ് മലബാറിലെ മാപ്പിളമാർ കാഫറുകളായ ഹിന്ദുക്കളെ മതം മാറ്റുകയോ പ്രതിഷേധിച്ചവരെ കൊന്നൊടുക്കുകയോ ചെയ്തത്. കലാപ പ്രവർത്തനങ്ങളിലേക്ക് ആളെ കൂട്ടാൻ മതപരിവർത്തനം സഹായിക്കുമെന്ന് ചിലർ കരുതിയതായി KN പണിക്കർ രേഖപ്പെടുത്തുന്നുമുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സാമ്പത്തിക കലാപമായും ജന്മിയും കൃഷിക്കാരനും തമ്മിൽ നടന്ന കാർഷിക ലഹളയായും ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരമായും മാപ്പിള ലഹളയെ വ്യാഖ്യാനിച്ചെടുക്കാൻ കഷ്ടപ്പെടുന്നവർ ആ കാലയളവിൽ ഭാരതത്തിനെമ്പാടും നടന്ന ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾക്ക് ഇതേ ചേല ഉടുപ്പിക്കാൻ സന്നദ്ധരാണോ? ഖിലാഫത്തിന്റെ ആശയങ്ങൾ തലയ്ക്ക് പിടിച്ച മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ മേൽ നടത്തിയ കടന്നുകയറ്റങ്ങൾക്ക് ഡോക്ടർ അംബേദ്കർ ഈ കലാപങ്ങളെ വിലയിരുത്തുന്നത് ഖിലാഫത്തിൽ തുടങ്ങി ജിന്നയുടെ നിരാഷ്ട്രവാദത്തിലൂടെ വളർന്ന് ഭാരതത്തിന്റെ വിഭജനത്തിൽ കലാശിച്ച അതിക്രമങ്ങളായിരുന്നു അതെല്ലാം. എന്താണ് മാപ്പിള ലഹളയുടെ ബാക്കി പത്രം? 20-ാം നൂറ്റാണ്ടിൽ മലബാറിലെ ജനസമൂഹത്തിൽ സംഭവിച്ച വർഗീയവൽക്കരണമാണ് കലാപം ജനിപ്പിച്ചവയിൽ വെച്ച് ഏറ്റവും നിർഭാഗ്യമായി തീർന്ന പ്രത്യാഘാതം. ഇത് ഹിന്ദുക്കൾക്കും മാപ്പിളമാർക്കുമിടയിൽ നികത്താനാവാത്ത ഒരു വിള്ളൽ സൃഷ്ടിച്ചു. ഈ രണ്ട് സമുദായങ്ങളും പരസ്പരം സംശയാലുക്കളായി തീർന്നതിന്റെ പേരിൽ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും കൂടുതൽ അകലാൻ തുടങ്ങി.
എല്ലാത്തിലുമുപരി കലാപത്തിന്റെ തിക്തമായ സ്മരണകൾ മലബാറിലെ പിൽക്കാല രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനമാണ് ഉണ്ടാക്കിയതെന്ന് KN പണിക്കർ പറയുന്നു. മലബാറിൽ മാപ്പിൾ ലഹളയായി നടന്ന കാർഷിക വിപ്ലവത്തിന്റെയും ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ നടന്ന സാമ്പത്തിക കലാപത്തിന്റെയും പരിശിഷ്ടം ഇതാണെങ്കിൽ ഇത്തരം കലാപരിപാടികൾ ഭാരതത്തിൽ നടക്കാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആണ് ചൂസ് ചെയ്യാറുള്ളത്. അത് ഡ്രസ് ആയാലും, ഫുഡ് ആയാലും, ടോയ്സ് ആയാലും, ഈവൻ എഡ്യൂക്കേഷൻ ആയാലും. 1.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബെസ്റ്റ് കിൻഡർ ഗാർഡൻ കോഴ്സുകളാണ് ടൈം കിഡ്സ് പ്രീ സ്കൂൾ നൽകുന്നത്. ഈ ഒരു കാലയളവിലാണ് കുട്ടികളുടെ ബ്രെയിനിൽ മറ്റേതൊരു ടൈമിനേക്കാളും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. സോ ഏർലി പ്രൊഡക്റ്റീവ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ടൈം കിഡ്സിന്റെ പ്രീ സ്കൂളിങ്ങിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. പ്ലേ ഗ്രൂപ്പ്, നഴ്സറി, LKG, UKG അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ ഡേ കെയർ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. 7736106346 9495233154. ന്യൂസ് ഡെസ്ക് IBN മലയാളം.